അതുപോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വേറൊരു ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം. കാര്യം പല ആളുകളും കന്നിമൂലയായിട്ട് തെറ്റിദ്ധരിക്കുന്നത് വടക്ക് കിഴക്ക് മൂലയൊക്കെ കന്നിമൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് പലരും ചോദിക്കും, കന്നിമൂല എന്ന് പറയുന്നത് ഒന്നാമത്തെ മൂലയാണോ, വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മൂല ആയതുകൊണ്ടാണോ അത് കന്നിമൂല എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. ആയുധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പണി ആയുധങ്ങൾ, നമ്മുടെ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം, ഇപ്പം ഒരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ കരിയർ എന്ന് പറയുന്നത് പേനയുമായി റിലേറ്റഡ് ആണ്. അപ്പം അയാളുടെ ശസ്ത്രം എന്ന് പറയുന്നത് പേനയാണ്. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശസ്ത്രം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അതായത് നിങ്ങളുടെ കരിയർ മുകളിലോട്ട് ഉന്നതിയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. കന്നിമൂല എന്ന് പറയുന്നത് അത്തരത്തിൽ വരദാനം തരുന്ന ഒരു സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു കാര്യം അടിയുറച്ചൊരു വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുണ്ടോ, നിങ്ങൾ കന്നിമൂല ഭാഗത്ത് പോയിരുന്ന് പഠിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് അത് രജിസ്റ്റർ ആവും. ഭാര്യ-ഭർത്തൃ ബന്ധം കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകാനും പരസ്പരം നല്ല സിങ്ക്രണൈസേഷനോടുകൂടി അല്ലെങ്കിൽ സിങ്കോടുകൂടി നല്ല വൈബായിട്ട്, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബോടുകൂടി മുന്നോട്ട് പോകാൻ കന്നിമൂല വളരെ നല്ല സ്ഥാനമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ വീട്ടിലെ ഗൃഹനാഥയും കന്നിമൂല ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അപ്പോഴായിരിക്കും മക്കളിൽ ആരെങ്കിലും കല്യാണം കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കന്നിമൂല കൊടുത്തിട്ട് നമ്മൾ കന്നിമൂല മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് മാറട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബന്ധം ദൃഢമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കന്നിമൂല എല്ലാവർക്കും കന്നിമൂല എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ ഭയമാണ്. കന്നിമൂലയിൽ അങ്ങനെ വന്നാൽ ഇങ്ങനെയാവുമോ, കന്നിമൂലയിൽ ഇങ്ങനെ വന്നാൽ അങ്ങനെയാവുമോ, കന്നിമൂലയിൽ ആ ദോഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദോഷങ്ങൾക്കും കാരണം കന്നിമൂല തന്നെയാണ്. എല്ലാം കന്നിമൂലയുടെ പേരിൽ നമ്മൾ ആരോപിക്കുന്നു, അല്ലേ? കന്നിമൂലയാണ് വാസ്തുവിൽ ഏറ്റവും പ്രശ്നമുള്ള മൂല എന്നാണ് പലരുടെയും ധാരണ. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഈ കന്നിമൂല എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു സ്ഥാനമാണെന്നും ആ സ്ഥാനത്തിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കന്നിമൂലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കന്നിമൂല എന്താണ് കന്നിമൂലയുടെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ വീഡിയോ കന്നിമൂലയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. കന്നിമൂലയെക്കുറിച്ച് മാത്രം സംസാരിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നമ്മൾ കന്നിമൂലയെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് തവണ നമ്മൾ പല കാര്യങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ കന്നിമൂലയെക്കുറിച്ച് എന്തുകൊണ്ട് എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പം, കാരണം ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കന്നിമൂലയ്ക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത. കന്നിമൂല എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല. അതുപോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വേറൊരു ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം. കാര്യം പല ആളുകളും കന്നിമൂലയായിട്ട് തെറ്റിദ്ധരിക്കുന്നത് വടക്ക് കിഴക്ക് മൂലയൊക്കെ കന്നിമൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കന്നിമൂല എന്തുകൊണ്ടാണ് കന്നിമൂല എന്ന് പേര് വന്നു എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കന്നിമൂല എന്ന് പറഞ്ഞാൽ നിരുതി സ്ഥാനം അല്ലെങ്കിൽ നിരുതി കോണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിരുതി എന്ന ദേവതയുടെ സ്ഥാനമായത് കൊണ്ടാണ് അത് നിരുതി കോണ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് കന്നിമൂല? അതിന് കാരണം അസ്ട്രോളജിക്കലി നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന മൂലയ്ക്ക് ആ കന്നി രാശി എന്ന് പറയുന്നത് കൊണ്ടാണ് കന്നിമൂല എന്നുള്ളൊരു പേര് വന്നത്. അത് പലരും ചോദിക്കും, കന്നിമൂല എന്ന് പറയുന്നത് ഒന്നാമത്തെ മൂലയാണോ, വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മൂല ആയതുകൊണ്ടാണോ അത് കന്നിമൂല എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. അല്ല, കന്നി രാശിയിലുള്ള മൂല ആയതുകൊണ്ടാണ് അത് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കന്നിമൂലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പം ആദ്യം തന്നെ കന്നിമൂല എന്ന സ്ഥാനത്തിൻ്റെ പ്രത്യേകതയും അവിടെ ചില കാര്യങ്ങളാവുമ്പോഴുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. കാര്യം കന്നിമൂല എന്ന് പറയുന്നത് നമ്മൾ വാസ്തുവിൽ നിരുതം ശാസ്ത്രാകാരം എന്നൊരു പ്രമാണമുണ്ട്. അത് നിരുതം ശാസ്ത്രാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രങ്ങൾ വയ്ക്കേണ്ട സ്ഥലം. എന്താണ് ഈ ശസ്ത്രങ്ങൾ എന്ന് പറയുന്നത്? ആയുധങ്ങൾ അല്ലെങ്കിൽ
നമ്മുടെ പണി ആയുധങ്ങൾ, നമ്മുടെ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം. അപ്പം ഒരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ കരിയർ എന്ന് പറയുന്നത് പേനയുമായി റിലേറ്റഡ് ആണ്. അപ്പം അയാളുടെ ശസ്ത്രം എന്ന് പറയുന്നത് പേനയാണ്. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശസ്ത്രം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ തൊഴിലുമായി, ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശസ്ത്രം എന്ന് പറയുന്നത് ടേപ്പായിരിക്കാം. അപ്പം അങ്ങനെ നമുക്ക് ശസ്ത്രം എന്ന് പറയുന്നത് ഈ ആയുധം, നമ്മുടെ കരിയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആയുധത്തിനെയാണ് നമ്മൾ ശസ്ത്രം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ കന്നിമൂലയിൽ നിരുതം ശസ്ത്രാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശസ്ത്രങ്ങൾ, നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കന്നിമൂലയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കന്നിമൂലയിൽ നിന്നും ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അതായത് നിങ്ങളുടെ കരിയർ മുകളിലോട്ട് ഉന്നതിയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. കന്നിമൂല എന്ന് പറയുന്നത് അത്തരത്തിൽ വരദാനം തരുന്ന ഒരു സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കന്നിമൂലയിൽ ചെന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ഉറപ്പാണ്. നിങ്ങൾക്കൊരു കാര്യം അടിയുറച്ചൊരു വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുണ്ടോ, നിങ്ങൾ കന്നിമൂല ഭാഗത്ത് പോയിരുന്ന് പഠിച്ചു നോക്കൂ. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് രജിസ്റ്റർ ആവും. കാരണം കന്നിമൂലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി കന്നിമൂലയിൽ രണ്ടാമത്തെ കാര്യം, കന്നിമൂല എന്ന് പറയുന്നത് ഇമോഷണൽ സെൻ്ററാണ്. വീടിൻ്റെ ഇമോഷണൽ സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഈ ബന്ധങ്ങളുടെ സ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബന്ധങ്ങളുടെ സ്ഥാനമായതുകൊണ്ട് തന്നെ നമ്മൾ കന്നിമൂല, പണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്നത് സൂതികാഗ്രഹം എന്ന രീതിയിലാണ് വാസ്തുവിൽ പ്രമാണമുള്ളത്. അപ്പോൾ സൂതികാഗ്രഹത്തിൽ നിന്ന് നമ്മൾ അതിനെ മാസ്റ്റർ ബെഡ്റൂം എന്ന ക്രൈറ്റീരിയയിലേക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു. എന്തിനാണ് കൊണ്ടുവന്നത്? ഈ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ കൊണ്ടുവന്നത് തന്നെ, ഈ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നത് തന്നെ ഈ ഇമോഷണൽ സെൻറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ ഇമോഷൻ, അതായത് ഭാര്യ ഭർത്തൃ ബന്ധം കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകാനും പരസ്പരം നല്ല സിങ്ക്രണൈസേഷനോട് കൂടി, അല്ലെങ്കിൽ സിങ്കോട് കൂടി, നല്ല വൈബായിട്ട്, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബോട് കൂടി മുന്നോട്ട് പോകാൻ കന്നിമൂല വളരെ നല്ല സ്ഥാനമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ വീട്ടിലെ ഗൃഹനാഥയും കന്നിമൂല ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അപ്പോഴായിരിക്കും മക്കളിൽ ആരെങ്കിലും കല്യാണം കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കന്നിമൂല കൊടുത്തിട്ട് നമ്മൾ കന്നിമൂല മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് മാറട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബന്ധം ദൃഢമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയ്ക്ക് തന്നെയാണ് അവിടെ ബെനിഫിറ്റും പരിഗണനയും പ്രയോറിറ്റിയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് അവരുടെ ബന്ധം ദൃഢമാവാൻ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബന്ധം ദൃഢമാവണ്ടേ എന്നാണോ? പിന്നെ അത് ഇനി ദൃഢമായി കഴിഞ്ഞത് വീണ്ടും അങ്ങനെ ഒരിക്കലും അത് ശിഥിലമാവില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞങ്ങൾ വയസ്സായി ഇനി കുഴപ്പമില്ല, ഇനി മക്കളുടെ കാര്യം നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കന്നിമൂല കൊടുക്കാമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും ശരിയായ രീതിയല്ല. കാര്യം വാസ്തുവിനെ സംബന്ധിച്ച് കാണുകയാണെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയുമാണ് വാസ്തുവിന് കന്നിമൂലയിലെ സ്ഥാനത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കന്നിമൂലയിൽ നമ്മൾ അങ്ങനെ ഇപ്പം മക്കളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് കന്നിമൂല ഒഴിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ മറ്റു മൂലയിലും പോകുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഞങ്ങൾ വയസ്സായതുകൊണ്ട്, ഞങ്ങൾ സാറ് പറഞ്ഞിട്ടില്ലേ വടക്ക് കിഴക്ക് മൂലയാണ് വയസ്സായ ആൾക്കാർക്ക് നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ വയസ്സായ ആൾക്കാർ അങ്ങോട്ടേക്ക് മാറാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി നമുക്ക് വെറുതെ പ്രാക്ടിക്കലി ശരിയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് വാസ്തുവിൻ്റെ ആംഗിളിൽ കാണുമ്പോൾ ഗുണത്തെക്കാളേറെ അത് ദോഷമാണ് ചെയ്യുന്നത്. കാര്യം വീടിൻ്റെ ഗൃഹനാഥൻ ആ സ്ഥാനം നിന്ന് മാറുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. ഇനിയിപ്പം ആ വീടിൻ്റെ ഗൃഹനാഥനായിട്ട് മകനെയോ മകളെയോ അല്ലെങ്കിൽ ഗൃഹനാഥയായിട്ട് മകനെയോ മകളെയോ അവരോധിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നെങ്കിൽ പോലും ഇത് വീട് ഉണ്ടാക്കിയ സമയം മുതലുള്ള ഗൃഹനാഥൻ ആരാണോ, പെട്ടെന്നൊന്നും അങ്ങനെ ട്രാൻസ്ഫർമേഷൻ വീട്ടിൽ പേര് മാറ്റിയത് കൊണ്ടൊന്നും നടക്കില്ല. അത് നമ്മൾ ആദ്യമേ അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. വാസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു ഇമോഷണൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വീട് വയ്ക്കുന്ന ആളാണ് ഗൃഹനാഥൻ എന്ന് പറയുന്നത്. വീട് വയ്ക്കാനായിട്ട് അപ്പം നമ്മളിപ്പോൾ വീട് വയ്ക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു വില്ലാ പ്രോജക്റ്റിലൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൃഹനാഥൻ ഞങ്ങളല്ലല്ലോ വീട് വെച്ചത്. അവിടെയാണ് നമ്മൾ പാല് കാച്ച സമയത്ത് അത് ഗൃഹനാഥൻ ആ പൊസിഷൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ ഒരു കൃത്യമായ ഇത് വെറുതെ ഒന്നും വച്ചിരിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞു ഇതിന് ഒരുപാട് സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. നമ്മൾ വീടെന്ന് പറയുന്നത് അത് ഒരു എവല്യൂഷൻ. ഞാൻ നേരത്തെ പറയും ഭക്ഷണം സൂക്ഷിച്ച് വയ്ക്കാനുള്ള
അറകളിൽ നിന്ന് വീട് രൂപാന്തരപ്പെട്ട് നമ്മൾ ഇത്രയും രമ്യമായും മനോഹരമായും ഫങ്ഷണലി ഗുഡൊക്കെ ആയിട്ട് നമ്മളൊരു വീട് ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ, അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വീട് പരിണമിച്ചിരിക്കുന്നത് ഒരുപാട് ഇമോഷണൽ ആസ്പെക്ട്സിലൂടെയാണ്. അപ്പം അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ റിഫ്ലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ കന്നിമൂല മുറിയിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. കന്നിമൂല മുറി എന്ന് പറയുന്നത് മാസ്റ്ററിൻ്റെ ബെഡ്റൂം അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇനി വേറൊരു ആസ്പെക്റ്റ് ഉണ്ട് ഇതിനകത്ത്. കന്നിമൂല മുറിക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ പിതൃസ്ഥാനമാണ് കന്നിമൂല എന്ന് പറയുന്നത്. പിതൃസ്ഥാനം. അപ്പം നിങ്ങളുടെ പരമ്പരയ്ക്ക് ശക്തി കൊടുക്കാനും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വളരെയേറെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഈ കന്നിമൂലയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പരമ്പര കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റൂടെ എടുക്കുമ്പോൾ പുതിയ ജനറേഷൻസിന് വേണ്ടിയിട്ടും പുതിയ ജനറേഷൻ സൃഷ്ടിക്കപ്പെടാനുമൊക്കെ സാധ്യതയുള്ള ഒരു പൊസിഷൻ എന്ന നിലയിൽ, അതായത് നമ്മുടെ പിതൃക്കളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലും കന്നിമൂലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം കന്നിമൂല ഈ ഒരു ആംഗിളിൽ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമോഷണൽ സെൻറ്റർ, പിന്നെ സ്കിൽ സെൻറ്റർ, പിന്നെ നമ്മുടെ കരിയർ സെൻറ്റർ. അതെല്ലാം സ്കില്ലും കരിയറും ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് കന്നിമൂലയ്ക്ക് ഈ ഇത്തരം വെർഷൻസിൽ മോഡേൺ ആർക്കിടെക്ചറിൽ നമുക്ക് കന്നിമൂലയെ നോക്കി കാണാം. ഇനി കന്നിമൂലയ്ക്ക് ഉള്ള നെഗറ്റീവ്സിന് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. കന്നിമൂല എന്ന് പറയുന്നത് എപ്പോഴും അടഞ്ഞു കിടക്കുകയും ഭാരം കൂടുതലുള്ളതും ഉയരം കൂടുതലുള്ളതും ആകണമെന്ന് നമ്മൾ എപ്പോഴും പറയും. ഇതെല്ലാം ഓരോരോ ഗുണങ്ങളാണുള്ളത്. കന്നിമൂല അടഞ്ഞു കിടക്കുമ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കപ്പെടും. കന്നിമൂല ഭാരം കൂടുക എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്തിനെ, അത് വളരെ രീതിയിൽ നമ്മുടെ സ്ട്രെങ്തിനെ അത് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉയരം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിലെ ഉയർച്ച തന്നെയാണ് കന്നിമൂലയുടെ ഉയർച്ച എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കന്നിമൂല ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം, ഉയർച്ചയുള്ള സ്ഥാനത്തേക്ക് വരുന്നത്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കുക എന്ന് പറയുന്നത് വാസ്തുവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു നിയമമായതുകൊണ്ട് ആ ഒരു ആംഗിളിൽ നമ്മൾ കന്നിമൂലയെ നോക്കിക്കാണുന്നു. ഇനി കന്നിമൂലയിലെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? കന്നിമൂലയിൽ പലരും ഇപ്പോൾ എടുത്തു പറയുന്നൊരു സംഭവമുണ്ട്. കന്നിമൂലയിൽ ബാത്റൂം വന്നാലാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കന്നിമൂലയിൽ ബാത്റൂം പാടില്ലെന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ കന്നിമൂലയിൽ ബാത്റൂം കഴിയുന്നത് ഒഴിവാക്കാവുന്ന ഒരു കൺവെൻഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല. കന്നിമൂലയിൽ കുഴിക്കുക അല്ലെങ്കിൽ കന്നിമൂലയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ഇളക്കം വരിക, ഇതെല്ലാം ശരിയായ ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ് കന്നിമൂലയിൽ ബാത്റൂം ഒഴിവാക്കുന്നത്. പക്ഷെ പലരും കന്നിമൂലയിൽ ബാത്റൂം ആവാം എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് തോട്ട് നേരത്തെ ഉണ്ട്. അപ്പോൾ ഞാനത് വിശദമായിട്ട് പല വീഡിയോസിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ കന്നിമൂലയിൽ ബാത്റൂം ഒഴിവാക്കുന്നത് തന്നെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും നല്ലത്. അപ്പോൾ പ്രത്യേകിച്ച് ദോഷങ്ങൾ വരുന്ന എപ്പോഴാണ്? കന്നിമൂല മുറിഞ്ഞു കിടക്കുന്ന സമയത്താണ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും, നമ്മുടെ കരിയർ ഇൻസ്റ്റേബിൾ ആവും, കരിയറിൽ ജോലികൾ നഷ്ടപ്പെടും, പ്രൊമോഷൻ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കന്നിമൂല മുറിഞ്ഞു കിടക്കുന്ന വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കന്നിമൂല ഒരു കാരണവശാലും മുറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കന്നിമൂല താന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായി അടിത്തറ താന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കന്നിമൂല താന്നു കിടക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് കാർ പോർച്ച് പോലുള്ള കാര്യങ്ങളും സിറ്റൗട്ട് പോലുള്ള കാര്യങ്ങളും കന്നിമൂലയിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ സാമ്പത്തികമായിട്ട് കടത്തിലാവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. കടം എന്ന് പറയുന്നത് കടം അട്രാക്റ്റ് ചെയ്യുന്നൊരു ലെവലിലേക്ക് അത് പോകും. ഈ കന്നിമൂല താന്ന് കിടക്കുകയും തുറന്ന് കിടക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. അതാണ് നമ്മൾ സിറ്റൗട്ടും കാർ പോർച്ചും എന്ന് പറയുന്നത്. അവിടെ കന്നിമൂല താന്ന് കിടക്കുകയും ചെയ്യും, തുറന്ന്. സിറ്റൗട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കാർ പോർച്ചിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയായാലും തറ ലെവൽ താന്ന് തന്നെയാണ് വരുന്നത്. അപ്പം അവിടെ എന്ത് സംഭവിക്കും? നമ്മളെ കന്നിമൂല താന്ന് കിടക്കുകയും ഒപ്പം തന്നെ കന്നിമൂല തുറന്നു കിടക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ രണ്ടിൻ്റെയും ഒരു ഡ്രോബാക്ക് നമ്മളെ അവിടെ തേടിയെത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കന്നിമൂലയിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് പല ക്രൈറ്റീരിയ ഉണ്ട്. ഒരു വീട് ഡിസൈൻ ചെയ്യുന്നത് പല ആസ്പെക്റ്റുകൾ നോക്കിയിട്ടാണ് ഞാൻ തുടക്കം. മണ്ഡലീകരണമൊക്കെ നമ്മൾ ചെയ്ത് കൃത്യമായിട്ട് ആരോടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മിക്ക ആളുകളുടെയും ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം കന്നിമൂല വലിയ പണി തുടങ്ങേണ്ടത്. അപ്പം അതുകൊണ്ട് കന്നിമൂലയിൽ നിന്ന് വരച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ്
തെക്ക് പടിഞ്ഞാറേ കോണിൽ ആദ്യമായി വരച്ചു തുടങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതൊന്നൊരു വാസ്തു നിഷ്കർഷിക്കുന്ന നിയമമൊന്നുമില്ല അവിടെ. കന്നിമൂലയിൽ പണി തുടങ്ങുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ ഉദയരാശിയുടെ 10ാമത്തെ രാശിയാണ് എടുക്കുന്നത്. പക്ഷേ എല്ലാ മാസത്തിലും പണി തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാനം നിലയിലാണ് നമ്മൾ കന്നിമൂലയെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കന്നിമൂല ഉപയോഗിച്ച് വരുന്നത്. അതിനപ്പുറത്തേക്ക് കന്നിമൂല എന്ന് പറയുന്നത് മാത്രമേ തുടക്കം വയ്ക്കാവൂ എന്നുള്ള ഒരു സംഭവം ഇല്ല. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കന്നിമൂലയുടെ നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കന്നിമൂല താന്നു പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടും എന്നുള്ളത് പിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കന്നിമൂലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും ഒരുപാട്. വീട്ടിൽ തമ്മിലടി എന്ന് പറയുന്നത് കന്നിമൂല മുറിയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം. അപ്പം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കന്നിമൂല മുറി ഒഴിച്ചിടാമോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കന്നിമൂല മുറി ഒരിക്കലും നമ്മൾ ഒഴിച്ചിടരുത്. കാര്യം ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കന്നിമൂലയിൽ ഒരുപാട് വെയിറ്റ് വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് കന്നിമൂലയിൽ വെച്ചിട്ട് കന്നിമൂല മുറിയെ അങ്ങ് ലോഡ് ചെയ്തിട്ട് കന്നിമൂലയിൽ സാറ് പറഞ്ഞല്ലോ കന്നിമൂലയിൽ ഭാരം ഒരുപാട് വരണം, അപ്പോൾ ഒരുപാട് ഭാരം കൊണ്ട് കൊടുത്തു. വീടിൻ്റെ ഫണ്ടമെന്റൽ പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റോറിങ് മാത്രമല്ല, അവിടെ ലൈഫ് എനർജി വരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അവിടെ താമസിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തൊരു ബയോ എനർജി അവിടെ വരുള്ളൂ. ബാക്കിയുള്ള അവിടെയുള്ള സാധനങ്ങൾ കൊണ്ടൊരു ബയോ എനർജി അവിടെ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ലൈഫ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരം ആക്ടിവേഷൻ പോയിന്റുകളിൽ കൂടുതൽ എനർജൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പൂജാമുറിയിൽ നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ പൂജാമുറി ആക്ടിവേറ്റഡ് ആവുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പൂജാമുറി കെട്ടിയിട്ടിട്ട് ദൈവങ്ങളുടെ പടം മാത്രം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ടിവേറ്റഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള പോയിന്റ്. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവരത് എന്ത് ചെയ്യും, അവിടെ ആ പോയിന്റ് ഞങ്ങൾ പൂജാമുറി കെട്ടിയിട്ടുണ്ട്, പൂജാമുറിയിൽ ഇത് വെച്ചിട്ടുണ്ട്, ദൈവങ്ങളുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, വിളക്കെത്തിക്കുന്ന പുറത്താണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനത് ഇടയ്ക്ക് പറഞ്ഞു, അത് നമ്മൾ പൂജാമുറിയിൽ നമ്മൾ എപ്പോഴും ഒരു ചെറിയ വിളക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കത്തിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ കന്നിമൂലയിൽ എന്താവരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീടിൻ്റെ കിച്ചൺ കന്നിമൂലയിൽ വരാൻ പാടില്ല, വീടിൻ്റെ പൂജാമുറിയും കന്നിമൂലയിൽ വരാൻ പാടില്ല. ഇത് രണ്ടും ശ്രദ്ധിക്കുക. പൂജാമുറി വരാൻ പാടില്ല. പലരും തെറ്റിദ്ധാരണയുണ്ട്, പൂജാമുറി കന്നിമൂലയിൽ ആവാം എന്നൊരു ധാരണയുണ്ട്. കന്നിമൂലയ്ക്ക് ഒരു പവിത്രമായ മുഖം കൊടുത്തുകൊണ്ട് കന്നിമൂലയിൽ പൂജാമുറി ആവാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ ആൾക്കാരുണ്ട്. അത് തെറ്റായ കാര്യമാണ്. ഒരു കാരണവശാലും പൂജാമുറി കന്നിമൂലയിൽ കൊടുക്കരുത്. പൂജാമുറിക്ക് എപ്പോഴും നമ്മൾ മറ്റൊരു സ്ഥാനം കണ്ടെത്തുന്നതാണ് ഇത് നൽകാൻ. കൃത്യമായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ഇല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും നമുക്ക് എല്ലാവർക്കും വിഷൻ കിട്ടുന്ന ഒരു നല്ലൊരു പോയിന്റ് കൊടുക്കുക, കന്നിമൂലയിലേക്ക് കൊടുക്കാതിരിക്കുക. കാര്യം കന്നിമൂലയിലേക്ക് പൂജാമുറി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ശക്തികളുടെയും ആക്ടിവേഷൻ കന്നിമൂലയിലെ പൂജാമുറിയിൽ സംഭവിക്കും. ശക്തികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏത് രീതിയിലുള്ള വിശ്വാസികൾ ഇത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ഫോംസ് ഓഫ് എനർജികളുണ്ട്. അതിന് ഈ പറഞ്ഞ ഡോർമെൻ്റ്ലി പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്, പക്ഷെ ഡോർമെൻ്റ് ആയിട്ട് കിടക്കും. ചില സോണുകളിൽ അത് പവർഫുൾ ആവും എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ഇരുളിൻ്റെ ശക്തികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുളിൻ്റെ ശക്തികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ചില താന്ത്രികവും മാന്ത്രികവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എനിക്ക് എക്സ്പെർട്ടൈസ് ഇല്ലാത്തൊരു മേഖലയിലേക്ക് അഭിപ്രായം ഒന്നും പറയുന്നില്ല. ബട്ട് കന്നിമൂലിൽ അത്തരത്തിലുള്ള എനർജികൾക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞു പിതൃക്കളുടെ സ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒന്നുകൂടി അടിവരായിട്ട് പറയട്ടെ, ഇത്തരത്തിലുള്ള എനർജികൾക്ക് അത് കാരണമായതുകൊണ്ട് ദൈവികമായിട്ടുള്ള നമുക്കെന്തിനാ പൂജാമുറി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സമാനം കിട്ടാനും പ്രാർത്ഥിക്കാനും നമുക്ക് ദൈവവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ഒരു പ്രെയർ റൂം അല്ലെങ്കിൽ പൂജാ റൂം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഇത് പ്രെയർ റൂം, അപ്പം പ്രാർത്ഥനാമുറി എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ പൂജാമുറിയെ കാണേണ്ടത്. അപ്പം അത്തരത്തിലുള്ള സ്ഥാനം അപ്പം കന്നിമൂലയിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ കന്നിമൂലയിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, കന്നിമൂലയിൽ പൂജാമുറിയുള്ള ചില വീടുകളിൽ ചില ഗൃഹനാഥിയും പൂജാമുറിയുടെ വെളിയിലേക്ക് ഇറങ്ങില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ പറ്റില്ല, അതിന് എഴുതിച്ച് അവിടെ നിന്ന് പോകാൻ തോന്നും. കന്നിമൂലയിലുള്ള പ്രശ്നം അതാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ കന്നിമൂലിലും ദൈവത്തിൻ്റെ ആരാധനയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാതെ പൂർണ്ണമായും ഒരു പൂജാമുറി വാസിയായിട്ട് മാറുന്ന ഒരു രീതി കാണുന്നുണ്ട് ഗൃഹസ്ഥന്മാരെല്ലാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെറ്റെന്നല്ല, അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയില്ല. ദൈവികമായ ചിന്താഗതി വരുന്നതോ അല്ലെങ്കിൽ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് വരുന്നതൊന്നും ഒരു തെറ്റായ സംഭവമായിട്ട് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് വീട്ടിലെന്ന് പറയുന്നത് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. ആ ഒരൊറ്റ ആംഗിളിൽ തന്നെ മനസ്സിലാക്കിക്കോ. കന്നിമൂലയിൽ പൂജാമുറി
വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി കന്നിമൂലിൽ പാടില്ലാത്ത കിച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കിച്ചൺ എന്ന് പറയുന്നത് കന്നിമൂലിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസോർഡറാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കിച്ചൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഞാൻ ഈ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ കിച്ചൺ കന്നിമൂലിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് ലോജിക്കിലാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ അവിടെയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും നിങ്ങൾക്ക് ഗുണകരമായുള്ള അവസ്ഥ സൃഷ്ടിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കന്നിമൂല. പിന്നെ കന്നിമൂലിൽ മാസ്റ്റർ ബെഡ്റൂം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും ചോദിക്കും, കന്നിമൂലിൽ പടിയാവാമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കന്നിമൂലിൽ പടിയാവാം. കാര്യം പടി എന്ന് പറയുന്ന വെയിറ്റ് ആണ്, അവിടെ റൈസാണ്. തെക്കോട്ടും പടിഞ്ഞാറോട്ടും നമുക്ക് വീട് പടി കയറി പോകാൻ കഴിയും. അങ്ങോട്ട് മുകളിലോട്ട് വരുന്ന തോറും അത് ചിലപ്പോൾ ഒരു സ്റ്റെയർ റൂമും കൂടി കോൺട്രിബ്യൂട്ട് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റെയർ റൂമും അവിടെ വരുന്നു. അപ്പോൾ നല്ല ഉയർച്ചയിലേക്ക് അത് വീണ്ടും വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളും നമുക്ക് സ്റ്റെയർ വെച്ചാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കന്നിമൂല സ്റ്റെയർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതൊരു തെറ്റായി ആരും വിചാരിക്കുകയും വേണ്ട. കന്നിമൂലിൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊരാൾ ദോഷമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കന്നിമൂലിൽ ഒരിക്കലും സ്റ്റെയർ ദോഷമല്ല. അപ്പോൾ അത് എന്ത് ആംഗിളിലാണ് ദോഷമെന്ന് പറയുന്നത് ക്ലാരിറ്റി വരുത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ. പിന്നെ കന്നിമൂലയിൽ നമുക്ക് സ്റ്റഡി റൂം ആവും ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്റ്റഡി റൂം ആവാം. പക്ഷേ കന്നിമൂലയിലെ സ്റ്റഡി റൂമിൽ നമ്മൾ അലമാരകൾ വെക്കുമ്പോൾ അവിടെ പുസ്തകങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ എടുക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. പുസ്തകങ്ങൾ ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കാതെ അവിടെ തന്നെ ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കന്നിമൂലയിൽ ബുക്കുകൾ അധികം കന്നിമൂലയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ടൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഈശാന കോണിലിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഗുണകരമായ അവസ്ഥ കന്നിമൂലയിൽ നിന്ന് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കന്നിമൂലയുടെ കഥകൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. കന്നിമൂലയ്ക്ക് ഇനിയും പറയാനുണ്ട് ഏറെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം. കന്നിമൂല വീണ്ടും വരും.